പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മ പെങ്ങന്മാർ, ആ നിസ്കാരത്തിൻ്റെ കാര്യം വളരെ ഗൗരവത്തോടെ നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. നിസ്കാരമാണ് നാളെ റബ്ബിൻ്റെ കോടതിയിൽ ആദ്യമായി നമ്മോട് ചോദ്യം ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ അതിന് ഉത്തരം പറയാതെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആദ്യമായി അല്ലാഹുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കൃത്യമായി നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ നിഷ്കർഷ നാം പാലിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ വിശുദ്ധ റമദാനിലെ ഏറ്റവും പുണ്യമായ അമലാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം മറക്കണ്ട, എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. ഖുർആൻ, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ഈ പരിശുദ്ധ ഖുർആൻ കാലാകാലം ഇവിടെ നിലനിൽക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഭരണഘടനയാണ്. ആ ഖുർആനിനോട് നമുക്ക് വല്ലാത്ത ബന്ധമുണ്ടായിരിക്കണം. ആ ഖുർആനിനോട് ബന്ധമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനെ തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യണം. തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യാറിഞ്ഞാൽ അതിൻ്റെ അക്ഷരങ്ങളെല്ലാം മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുന്ന രീതിയിൽ നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യണം. ഫലാ വഹുവൽ ഖല്ലാഖുൽ അലീം നോദിയൊരു ചങ്ങായി മുമ്പ്, വഹുവൽ ഖല്ലാഖുൽ അലീം എന്നാണ് ഖല്ലാഖ് പറഞ്ഞാൽ അള്ളാഹു മഹാസൃഷ്ടാവാണെന്ന് അർത്ഥം. അവിടെ ഖല്ലാഖിൻ്റെ പുള്ളി അങ്ങോട്ട് പോയി. ഖല്ലാഖ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് വലിയ അവസാനാണെന്ന് യാസീൻ ഓതിയതാണ്. അപ്പം അങ്ങനെ തെറ്റുകൾ സംഭവിച്ചു പോകും. തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതണം. അത് പഠിക്കാൻ ഇവിടെ അവസരങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, ഖുർആൻ ക്ലാസ് ഉണ്ടല്ലേ, ഇവിടെ തന്നെ ഉണ്ട്. ബഹുമാന്യനായ നമ്മുടെ സിംസാറുൽ ഹഖ് ഹുദവി, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. നല്ല ക്ലാസ്സാണ്. അപ്പോൾ തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാൻ പഠിക്കണം. ഒരു പുള്ളി പോയാൽ ഇപ്പോൾ പറഞ്ഞല്ലോ ഹല്ലാക്കായി. പണ്ടൊരു മദ്രസയിൽ ഒരു മുഫത്തിശ് വന്ന്, ആ ഉസ്താദ് ഒരു കുട്ടിനെ കൊണ്ട് ഓദിച്ചു. മുഫത്തിശ് പറഞ്ഞാൽ ഇങ്ങനെ പരിശോധകനാണ്. അപ്പോൾ ഓരോ കുട്ടിനെ കൊണ്ട് ഓദിക്കുമല്ലോ. ഒരു കുട്ടിനെ കൊണ്ട് ഓദിച്ചപ്പോൾ ഹാലിദീന ഫീഹ എന്ന് പറഞ്ഞു. ഖാലിദീന പറഞ്ഞത് ഹാലിദീന. അപ്പോൾ അടുത്ത കുട്ടിന്, ഈ കുട്ടിക്ക് കിട്ടായിട്ടായിരിക്കും വെച്ചാൽ അടുത്ത കുട്ടി, എല്ലാ കുട്ടിയും ഇങ്ങനെ തന്നെ ഓതുന്നത് ഹാലിദീന ഫീഹ. അപ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ നിങ്ങളെ പേരെന്താ? ഹാലിദ് എന്ന്. നിങ്ങളെ ഉപ്പാൻ്റെ പേരെന്താ? ഹുബൈബ്. ഹുബൈബാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ജോലി? ഹത്തീബാണ്. ഈ ഹത്തീബ എന്തെങ്കിലും ഹാക്ക് പുള്ളിയില്ല നിങ്ങളെ നാട്ടിൽ എന്ന് ചോദിച്ചു. അത് പഠിക്കുന്ന കാലത്ത് ഒരു ഹതവ് പറ്റിയതാണ് ഉസ്താദേ. ഹതവ് എന്ന് പറയേണ്ടത് പഠിക്കുന്ന കാലത്ത് ഒരു ഹതവ് പറ്റിയത്. ഈ കോലത്തിൽ ആയെങ്കിലും എന്താവില്ല, നമ്മളെ ഖുർആാനോത്ത് വെള്ളത്തിലാകും. റുബ്ബക്കാരിൻ വൽ ഖുർആാനോ യൽഅനുഹു, എത്രയെത്ര ഖുർആാനോത്തുകാരാണ് ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഖുർആനോത്തുകാരെ. കാരണം ഖുർആനെ തെറ്റായി ഓതുകയാണ്. അവരെ ഖുർആൻ ശപിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. എന്നാൽ ഖുർആൻ നന്നായി ഓതിയവർക്ക് നാളെ ഖുർആൻ കാന ശഫീഅൻ ലി അസ്ഹാബിഹി നബിയുനാ റസൂലുള്ളാഹി, ഓതിയവർക്ക് ശുപാർശകനായി ഖുർആൻ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഖുർആൻ ഓതിയവർക്ക് ആ പരിശുദ്ധ ഖുർആൻ ശുപാർശകനായി വരുന്നതാണ്. റദ്ദത്ത് ബലാഗതുഹ ദഅവഹ മുഅരിദിഹാ റദ്ദൽ ഗയൂരിയദൽ ജാനിയനിൽ ഹുറമി മൗലായ സ്വല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി മൗലായ സ്വല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ലം തഖ്തരിം ബിസമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മആദി വഅൻ ആദിം വഅൻ ഇറമി ദാമത് ലദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബീന ഇദ് ജാഅത് വലം തദുമി മൗലായ സ്വല്ലി വസല്ലിം ദൈമൻ അബദാ
അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മഹാനായ ഇമാം ബുസൂരി പറയുകയാണ്, ലം തഖ്തരിം ബി സമാനിൻ, ഏതെങ്കിലും ഒരു കാലത്തോട് മാത്രം യോജിച്ചതല്ല വിശുദ്ധ ഖുർആൻ, എല്ലാ കാലത്തേക്കും ഉള്ളതാണ് ഖുർആൻ. വഹിയ തുഖ്ബിറുനാ, ഖുർആൻ നമുക്ക് പഠിപ്പിക്കുകയാണ്, അനിൽ മആദി വഅൻ ആദിം വഅൻ ഇറമി, നാളെ മഹ്ശറാവൻ സഭയെക്കുറിച്ചും ആദ് സമൂഹത്തെക്കുറിച്ചും ഇറമു സമൂഹത്തെക്കുറിച്ചും എന്ന് വേണ്ട സകല കാര്യങ്ങളും ഖുർആൻ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇമാം ബുസൂരി പറയുകയാണ്, ഏതെങ്കിലും കാലത്തേക്ക് മാത്രമുള്ളതല്ല, എല്ലാ കാലത്തേക്കും പറ്റിയതാണ് വിശുദ്ധ ഖുർആൻ. ദാമത് ലദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബീന ഇദ് ജാഅത് വലം തദുമി. ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ എന്നെന്നും നിലനിൽക്കുകയാണ്. ഖുർആൻ വന്നതോടുകൂടി മറ്റെല്ലാ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകളും അപ്രസക്തമായി പോയി. ഖുർആൻ വന്നതോടുകൂടി കഴിഞ്ഞ കാലത്തുള്ള പ്രവാചകന്മാർക്കുണ്ടായ മുഅ്ജിസത്തുകളെല്ലാം എല്ലാം അപ്രസക്തമായിരിക്കുകയാണ്. ഇവിടെ ഖുർആൻ എന്നെന്നും നിലകൊള്ളുകയാണ്. റദ്ദത്ത് ബലാഗതുഹാ ദഅവഹ മുഅരിളിഹാ റദ്ദൽ ഗയൂരിയദൽ ജാനി അനിൽ ഹുറമി. ഖുർആൻ അതിൻ്റെ സാഹിത്യ ഭംഗി കൊണ്ട് അതിൻ്റെ എതിരാളികളുടെ വാദങ്ങളെല്ലാം ഗണ്ണിച്ചിരിക്കുകയാണ്. ഏതുപോലെ ധീരരായ പുരുഷന്മാർ ശത്രുക്കളിൽ നിന്ന് അവരുടെ പെണ്ണുങ്ങളെ, അവരുടെ ഭാര്യമാരെ സംരക്ഷിക്കുന്നത് പോലെ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ സാഹിത്യ ഭംഗി കൊണ്ട് എതിരാളികളുടെ വാദത്തിൻ്റെ മുനയൊടിച്ചു എന്ന് മഹാനായ ഇമാം ബുസൂരി. മാത്രമല്ല, ലഹ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. ഖുർആനിൻ്റെ ആശയങ്ങൾ സംഖ്യാതീതമാണ്. എത്രയാണ് അതിൻ്റെ ആശയങ്ങൾ, എണ്ണിയാൽ തീരാത്ത കടലിലെ തിരമാലകളിൽ, കടലിൻ്റെ ആഴിയിലുള്ള മുത്തുകൾ അതിൻ്റെ തിരമാലകളെക്കാളും കൂടുതലാണ്. ലഹ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി, കടലിലെ തിരമാലകളെക്കാളും സംഖ്യാതീതമാണ് ഖുർആനിൻ്റെ ആശയങ്ങൾ. മാത്രമല്ല, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഉൾക്കൊള്ളുന്നത് അതിന് മുത്തിനേക്കാൾ വിലപിടിപ്പുള്ളതാണ്. അതിൻ്റെ സൗന്ദര്യത്തിലും അതുപോലെ തന്നെ മനോഹാരിതയിലും മൂല്യത്തിലും കടലിലെ മുത്തിനേക്കാൾ ഉയരത്തിലാണ് ഖുർആനിൻ്റെ ആശയങ്ങൾ. ഖുർആനിൻ്റെ ആശയങ്ങൾ കടലിലെ മുത്തിനേക്കാൾ ഉയരങ്ങളിലാണ്, മനോഹാരിതയിലും മൂല്യത്തിലും എത്രയോ ഉയരങ്ങളിലാണ്. അങ്ങനെയുള്ളതായ പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യും പ്രിയപ്പെട്ടവരെ. അത് അവതരിച്ചതായ പരിശുദ്ധ മാസമാണ് വിശുദ്ധ റമദാൻ അല്ലേ? ശഹ്റു റമദാൻ അല്ലദീ, നമുക്കറിയാം, വിശദീകരിക്കേണ്ടതില്ല. വിശുദ്ധ റമദാനിലാണ് ഖുർആൻ അവതീർണമായത്. ആ റമദാനിനെ ധന്യമാക്കാൻ വേണ്ടി മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ റമദാനിൽ ഓരോ ദിവസവും 2 ഖത്തം തീർക്കാറുണ്ട്. ഒരു ദിവസം, സാധാരണ ദിവസം 1 ഖത്തം, റമദാനിലെ ദിവസം 2 ഖത്തം. അത് അദ്ദേഹത്തിൻ്റെ കറാമത്താണ്. അത് നമുക്ക് സാധിക്കൂല. നമ്മൾ ഒരു ജുസ് ഓതിയാൽ വലിയ ഉപകാരമായി. ഒരു ജുസ് തന്നെ ഓതാൻ കഴിയാത്തവരാണ് നമ്മൾ പലരും. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. കൃത്യമായി അത് നന്നായി ഓതണം. എല്ലാ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തജ്വീദനുസരിച്ച് കൊണ്ട് ഓതാൻ സാധിക്കണം. അതുപോലെ മറ്റൊരു ഇബാദത്താണ് എഴുത്തിക്കാഫ്. പള്ളിയിലെ എഴുത്തിക്കാഫ്, പള്ളിയിലാണ് എഴുത്തിക്കാഫ്, ഏതെങ്കിലും സ്ഥലത്തല്ല, ഏതെങ്കിലും ഓഡിറ്റോറിയത്തിലല്ല. എഴുത്തിക്കാഫ് പള്ളിയിൽ. അപ്പം പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാൻ നമുക്ക് സാധിക്കണം. സാധിക്കുന്ന സമയങ്ങളിലെല്ലാം പള്ളിയിൽ കയറുക. ആ കയറിയ ഉടനെ നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല മാ ദുംതു ഫീഹി, ഈ നിയത്ത് അങ്ങോട്ട് വെക്കുക. വലിയ കൂലിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിൽ പ്രത്യേകിച്ച് അവസാനത്തെ 10-ൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. പള്ളിയിൽ എപ്പോഴും ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. വമ്പിച്ച കൂലിയാണതിന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളതായ സൽക്കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായ റമദാനിലെ ഈ ദിനരാത്രങ്ങളെ ധന്യമാക്കാൻ മഹത്തായ ലൈലത്തുൽ ഖദ്ർ കടന്നു വരികയാണ്. ഏത് സമയത്താണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ 1 രാവിലെ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 27-നായിരിക്കും, അല്ലെങ്കിൽ 17-നായിരിക്കും, 21-നായിരിക്കും. എപ്പോഴാണെന്ന് അറിയിച്ചിട്ടില്ല. എപ്പോഴാണെന്ന് അറിയിച്ചാൽ അന്ന് മാത്രമേ നമ്മൾ വരും ഇറച്ചിയും പത്തിരും മേടിക്കാം. 27-നാണെന്ന് പറഞ്ഞാൽ അന്ന് മാത്രം. 27-നാണെന്ന് കുറച്ച് ബലപ്പെട്ട അഭിപ്രായം ഉണ്ടായതുകൊണ്ട് അന്നല്ല പള്ളിയിൽ ഭയങ്കര ആൾക്കാരാണ്.
റമദാൻ ഒന്നാമത്തെ 10 നാട്ടിലെ കഥ ഞാൻ പറയും, നിങ്ങൾ ഇവിടുത്തെ കഥയല്ല കേട്ടോ. റമദാൻ ഒന്നാമത്തെ 10 ഭയങ്കര തിരക്കായിരിക്കും, രണ്ടാമത്തെ 10 പോയി ആരുമില്ല. അവസാനം മൂന്നാമത്തെ 10 ഇല്ല, എല്ലാ ഷോപ്പിങ്ങിനും 27 ഒന്നായിട്ട് പേരും. ഞങ്ങളുടെ നാട്ടിലെല്ലാം ചേർത്ത് 10 ഇറച്ചി കൊടുക്കലുണ്ട്, അതിന് വരുന്നതാണോ അല്ലാഹു. അപ്പം അങ്ങനെയല്ല. എപ്പോഴാണ് ഖദറിൻ്റെ രാത്രി 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള പരിശുദ്ധമായ ഖദറിന്റെ രാത്രി ലൈലത്തുൽ ഖദർ എപ്പോഴാണെന്ന് അറിയിക്കപ്പെട്ടിട്ടില്ല. റമളാനിലെ ഏത് രാത്രിയിലുമാകാം, അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിലാകാം, 27-നാകാം, 23-നാകാം, 21-നാകാം. അതുകൊണ്ട് ഏത് സമയത്തും ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുക, ആ രാത്രിയെ ധന്യമാക്കാൻ എല്ലാ രാത്രികളിലും നമ്മൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുക. എന്നിട്ട് ഈ റമളാനിനെ അനുകൂലമായി സാക്ഷി നിർത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങൾ, ഒരുപാട് കർമ്മങ്ങളുണ്ട്, നമുക്കറിയാം, നമ്മൾ അനുഷ്ഠിക്കുന്നത് തന്നെയാണ്. എന്നാൽ നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ അമലാണ് സൽ സ്വഭാവം, ഹുസ്നുൽ ഖുലുഖ്. അസ്ഖലു മാ ഫിൽ മീസാനി ഹുസ്നുൽ ഖുലുഖ്. നാളെ മഹ്ശറയിൽ നന്മയും തിന്മയും തൂക്കുന്ന തുലാസുണ്ട്. നന്മയുടെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നത് ഹുസ്നുൽ ഖുലുഖാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും തുലാസിൽ ഏറ്റവും കനം കൂടുന്നത് ഹുസ്നുൽ ഖുലുഖാണ്, സൽ സ്വഭാവത്തിനാണ്. നിസ്കാരം, നോമ്പ്, മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും അല്ല എന്നല്ല. എന്നാൽ ഏറ്റവും ഭാരമേറിയത് അസ്കലു കനം കൂടിയത്, ഏറ്റവും ഭാരമേറിയത് ഹുസ്നുൽ ഖുലുഖാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആരോടും ഈർഷ്യതയില്ല, ആരോടും ദേഷ്യമില്ല. തന്നെ വെട്ടാൻ വന്നവരോട് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരി തൂകിക്കൊണ്ട് അവരോട് സ്നേഹത്തിന്റെ പാട്ടുപാടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൽ സ്വഭാവം കാണിക്കുക. ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം, ആലോചിച്ചു നോക്കൂ, അദ്ദേഹത്തിന്റെ സഹോദരന്മാർ, അദ്ദേഹത്തിന്റെ 10 സഹോദരന്മാർ അദ്ദേഹത്തെ അസൂയ കൊണ്ട്, അദ്ദേഹത്തിനോടുള്ള ദേഷ്യം കൊണ്ട് ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ തള്ളി. വർഷങ്ങൾക്ക് ശേഷം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹം ഈജിപ്തിലെത്തി. ഈജിപ്തിന്റെ ഭരണാധികാരിയായി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭയങ്കരമായ ക്ഷാമം ബാധിച്ച കാലം. എന്നാൽ അന്ന് ഈജിപ്തിൽ മാത്രം ക്ഷാമമില്ല. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയാണ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നല്ല ഭരണാധികാരിയാണ്, നൈപുണ്യമുള്ള ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങൾക്കും അവഗാഹമുണ്ടായിരുന്നു. ഇവിടെ വരാനിരിക്കുന്നത് ഭയങ്കരമായ വരൾച്ചയുടെ കാലമാണെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുകയാണ്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഭയങ്കരമായ ദാരിദ്ര്യവും ക്ഷാമവും പിടിപെട്ട സന്ദർഭത്തിൽ ഈജിപ്തിൽ മാത്രം ക്ഷാമമില്ല. അദ്ദേഹം ഒരു നല്ല ഭരണം കാഴ്ചവെക്കുകയാണ്. മാത്രമല്ല, താൻ ഇവിടെ ശേഖരിച്ച് വെച്ച ഒരുപാട് ധാന്യങ്ങളുണ്ട്, ഭക്ഷണ സാധനങ്ങളുണ്ട്, കൃഷിയുടെ വിളവുകളുണ്ട്. അതൊക്കെ അദ്ദേഹം ന്യായമായ വിലയിൽ മറ്റുള്ളവർക്ക് വിൽപ്പന ചെയ്യുകയാണ്. അപ്പോൾ അയൽ നാടുകളിൽ നിന്ന് ദരിദ്രനായ ആളുകൾ വന്നുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിൽ നിന്ന് ഭക്ഷണം വാങ്ങുകയാണ്. ഈജിപ്തിന്റെ ഭരണാധികാരിയായി ന്യായവിലക്ക് ഭക്ഷണ സാധനം കൊടുക്കുന്നുണ്ട് എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അറിയുകയാണ്. അദ്ദേഹം തൻ്റെ മക്കളോട് പറയുന്നു, 80 പേരടങ്ങുന്ന കുടുംബത്തിനെ പോറ്റണം യാക്കൂബ് നബിക്ക്. യാക്കൂബ് നബി പറഞ്ഞു, മക്കളെ, ഈജിപ്തിൽ നല്ല ഭരണാധികാരി ഉണ്ടെന്ന് കേൾക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് പോകൂ, നമുക്ക് ഭക്ഷണ സാധനം വാങ്ങിക്കൊണ്ടുവരൂ, നല്ല കാശുമായിട്ട് പോകണം. അതിന് നല്ല കാശ്, കൂടുതൽ കാശില്ല, ഉള്ള കാശുമായിട്ട് പോകാൻ പറഞ്ഞു. 10 സഹോദരന്മാർ പോവുകയാണ് ഈജിപ്തിലേക്ക്. വലിയ സംഭവമാണ്, ദീർഘിപ്പിക്കുന്നില്ല. അതിൻ്റെ അവസാന ഭാഗം ഒന്ന് ചുരുക്കി ഞാൻ പറയുകയാണ്. സൽ സ്വഭാവം അതിനെ കുറിച്ച് പറയാൻ. മഹാനായ യാക്കൂബ് നബിയുടെ 10 മക്കളും അദ്ദേഹം പിതാവ് നൽകിയ നാണയത്തുട്ടുകളുമായി അവർ ഈജിപ്തിലേക്ക് പോവുകയാണ്. ഈജിപ്തിന്റെ ഭരണാധികാരി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ രാജകീയ ദർബാറിലേക്ക് ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യായവിലക്ക് ഭക്ഷണ സാധനം വാങ്ങി ആളുകൾ പോകുന്നു. ആ സന്ദർഭത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്മാർ കടന്നു വരികയാണ്. കൊട്ടാരത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ യൂസുഫ് നബിക്ക് ആളുകളെ മനസ്സിലായി. വരൂ എന്ന് പറഞ്ഞെടുത്ത് വരൂ. നിങ്ങളാരാണ്? ഞങ്ങൾ യാക്കൂബ് നബിൻ്റെ മക്കളാണ്.
ആ ശരി, യൂസുഫ് നബിക്ക് ആദ്യം തന്നെ മനസ്സിലായി എന്ന് ചോദിച്ചതാണ്. നിങ്ങൾ എത്ര പേരാണ്? യാക്കൂബ് നബിക്ക് എത്ര മക്കളാ? ഞങ്ങൾ 12 പേരാണ്. ഒരാൾ നേരത്തെ മരിച്ചുപോയി, ഒരാൾ ചെറുപ്പത്തിലേ മരിച്ചുപോയി. പിന്നെ അയാൾ വീട്ടിൽ വാപ്പാൻ്റെ അടുത്തുണ്ട്. വാപ്പാനെ സമാധാനിപ്പിക്കാൻ ഒരു സഹോദരൻ, ചെറിയ സഹോദരൻ ബിന്യാമിൻ വീട്ടിലുണ്ട്. ആ ബിന്യാമിൻ്റെ ജേട്ടൻ യൂസുഫ് എന്നൊരു സഹോദരൻ ഉണ്ടായ അയാൾ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ബാക്കി ഞങ്ങൾ 10 പേരുണ്ട്. ഞങ്ങളിങ്ങനെ വന്നതാണ്, ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ട് വന്നതാണ്. ശരി, യൂസുഫ് നബി ഒക്കെ സമ്മതിച്ചു. എന്നിട്ട് ഇവർ സഹോദരന്മാർക്ക് ആരെ മനസ്സിലായില്ല? യൂസുഫ് നബിനെ മനസ്സിലായില്ല. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പ്രത്യേകമായ ഒരു പരിഗണന നൽകാൻ തൻ്റെ ഭൃത്യന്മാരോട് കൽപ്പിക്കുന്നു. യാക്കൂബ് നബിൻ്റെ മക്കളാണ്, പ്രത്യേക പരിഗണന നൽകണം. പ്രത്യേക പരിഗണന നൽകി ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ യൂസുഫ് നബി അവരോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ അനുജനെ ഒന്ന് കൊണ്ടുവരണം. ഒരാൾക്ക് ഒരു ചാക്ക് ഭക്ഷണം കിട്ടും, ഒരു വലിയ ചാക്ക് ഭക്ഷണം. അപ്പോൾ നിങ്ങളെ സഹോദരനെ കൊണ്ടുവന്നാൽ ഒരു ചാക്ക് ഭക്ഷണം അധികം കിട്ടുമല്ലോ, നിങ്ങൾ സഹോദരനെയും കൂടി കൊണ്ടുവരണം. അടുത്ത പ്രാവശ്യം കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണമില്ല എന്നും പറഞ്ഞു. അത് പേടിയായി. ക്ഷാമം ബാധിച്ച കാലമാണ്. അങ്ങനെ ഈ സഹോദരന്മാർ കെട്ടും ഭാണ്ഡവുമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ ചെന്നിട്ട് ഭാണ്ഡം അങ്ങ് തുറന്നു നോക്കിയപ്പോൾ നമ്മളവിടെ കൊടുത്ത സംഖ്യ ഇതിൽ തന്നെ തിരിച്ചു വച്ചിരിക്കുന്നു. അവർ കൊടുത്ത കാശ് ഈ ഭാണ്ഡത്തിൽ ഭക്ഷണ സാധനത്തോടൊപ്പം തിരിച്ച് കൊടുത്തിരിക്കുന്നു. യൂസുഫ് നബി നിർദ്ദേശിച്ചതാണ്. വാപ്പാനോടഞ്ഞു, വാപ്പാ നല്ല രാജാവാണ്, നമ്മളോട് വല്ലാത്ത സ്നേഹമാണ്, യാക്കൂബ് നബിൻ്റെ മക്കളാണെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേക പരിഗണനയാണ്. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ബിന്യാമിനെ കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്നു. അത് പറ്റൂല, ബിന്യാമിനെ കൊണ്ടുപോയാ എനിക്കിവിടെ ആരാ എന്നെ സമാധാനിപ്പിക്കാൻ? പണ്ട് യൂസുഫിനെ ഞങ്ങൾ കൊണ്ടുപോയി, അവനെ ഞങ്ങൾ കൊന്നുകളഞ്ഞു. അവനെ എവിടെയാണ് എന്നെനിക്കറിയില്ല, ഇന്ന് ബിന്യാമിനെ ഞാൻ അയച്ചു തരില്ല. അവസാനം ഇവർ നിർബന്ധം പിടിച്ചപ്പോൾ അദ്ദേഹം അയക്കേണ്ടി വന്നു. അങ്ങനെ അയച്ചു. ചരിത്രം ദീർഘമാണ്, സമയം വൈകുകയാണ്, അതുകൊണ്ട് ഞാൻ ചരിത്രം അവസാനിപ്പിക്കുകയാണ്. ഏതായാലും യൂസുഫ് നബി അലൈഹിസ്സലാമും ബിന്യാമീനും തമ്മിൽ കണ്ടുമുട്ടുന്നു. അഥവാ 11 പേരും വന്നപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ഓരോരുത്തർക്കും ഈ 2 പേർക്ക് ഓരോ റൂം നിശ്ചയിക്കുകയാണ്. ഈ 2 പേരെ ഓരോ റൂമിലാക്കി. അപ്പോൾ 10 ആൾക്ക് 5 റൂം. ബിന്യാമീൻ ഒറ്റപ്പെട്ടു. ബിന്യാമീനോട് പറഞ്ഞു, ബിന്യാമീൻ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിങ്ങളെ കൂടെ നിൽക്കാം. എന്താ, നിങ്ങൾക്കത് പറ്റൂലേ? പറ്റും, പക്ഷേ കാരണം നിങ്ങൾ രാജാവാണ്, നിങ്ങൾ ഈജിപ്തിൻ്റെ ഭരണാധികാരിയാണ്, നിങ്ങളുടെ കൂടെ റൂമിൽ താമസിക്കുക എന്നത് ഒരു വലിയ ഭാഗ്യമാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ ജേട്ടൻ യൂസുഫ് അല്ലല്ലോ. യൂസുഫായിരുന്നെങ്കിൽ, എൻ്റെ ഉമ്മ റാഹിയിൽ പ്രസവിച്ച യൂസുഫായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞ് ബിന്യാമിൻ പൊട്ടിക്കരഞ്ഞപ്പോൾ ആ ബിന്യാമിൻ്റെ കയ്യിൽ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി റൂമിൻ്റെ വാതിലടച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് യൂസുഫ് പറഞ്ഞു, അന അഖൂഖ്, ഞാൻ നിൻ്റെ സഹോദരൻ യൂസുഫാണ്. പിന്നെ ഒരു സന്തോഷത്തോടെ അവരന്ന് കഴിഞ്ഞു. അങ്ങനെ ഈ ബിന്യാമീനുമായി സന്ധിച്ചു. പക്ഷേ മറ്റ് സഹോദരന്മാരോട് എന്തായില്ല, ആദ്യം പറഞ്ഞില്ല. പിന്നീട് അന്ന് പിറ്റേന്ന് രാവിലെ അവർ ഭക്ഷണ സാധനവുമായിട്ട് തിരിച്ചു പോകാൻ ഒഴുകുന്ന സമയത്ത് യൂസുഫ് നബി ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. ബിന്യാമീനെ തൻ്റെ അടുത്ത് പിടിച്ചു നിർത്തണം. അതിനുവേണ്ടി മഹാനായ യൂസുഫ് നബി ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. എന്താണത്? തന്ത്രമെന്ന് പറഞ്ഞാൽ അവരുടെ ആ സഞ്ചിയിൽ അവരുടെ ഭക്ഷണ സാധനം കൊടുക്കുന്ന ആ ചാക്ക് സഞ്ചി, ആ സഞ്ചിയിൽ ഭക്ഷണ സാധനം കൊടുക്കുന്ന സന്ദർഭത്തിൽ ബിന്യാമീൻ്റെ കെട്ടിൽ ഇവിടെ അളക്കുന്ന ആ വിലപിടിപ്പുള്ള അളവ് പാത്രം നിങ്ങൾ ആരും അറിയാതെ അതിൽ നിക്ഷേപിക്കണം എന്ന് യൂസുഫ് നബി തൻ്റെ ഭൃത്യന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. അളവ് പാത്രം, വിലപിടിപ്പുള്ള അളവ് പാത്രം ബിന്യാമീൻ്റെ കെട്ടിൽ ആരും അറിയാതെ വെച്ചു കൊടുക്കണം. ആയിക്കോട്ടെ, ഭൃത്യന്മാർ വളരെ കൃത്യമായി ആ പണി ചെയ്തു. അങ്ങനെ ഈ യൂസുഫ് നബിൻ്റെ സഹോദരന്മാർ 11 പേരും തങ്ങളുടെ സഞ്ചിയുമായി കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് പുറകിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, അയ്യത്തുഹൽ ഈർ ഇന്നക്കും ലസാരിഖൂൻ, അല്ലയോ യാത്രാ സംഘമേ, നിങ്ങൾ കള്ളന്മാരാണ്. നിങ്ങൾ കള്ളന്മാരാണ്. ഞങ്ങൾ കള്ളന്മാരോ? ഞങ്ങൾ യാക്കൂബ് നബിൻ്റെ മക്കളാണ്, ഞങ്ങൾ കക്കാൻ വന്നതല്ല, ഞങ്ങളങ്ങനെ ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നതല്ല, ഞങ്ങൾ ഭക്ഷണം വാങ്ങാൻ വന്നതാണ്, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല.
പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിൽ ആരോ ഇവിടെയുള്ള അളവ് മാത്രം കട്ടെടുത്തിട്ടുണ്ട്. കാരണം അളവ് മാത്രം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളുടെ ഭാണ്ഡമൊന്ന് പരിശോധിക്കണം. ഓക്കെ, പരിശോധിച്ചോളൂ. അങ്ങനെ പരിശോധിച്ചു നോക്കി. ഓരോരുത്തരെയും കെട്ട് പരിശോധിക്കുന്നു. 10 സഹോദരന്മാരുടെ കെട്ടും പരിശോധിച്ചു, കിട്ടിയില്ല. അവസാനം യൂസുഫ് നബി പറഞ്ഞു, ബിനിയാമീൻ്റെ കെട്ട് പരിശോധിക്കണ്ട, അത് എടുത്തിട്ടുണ്ടാവില്ല, സാധു ചെറിയ കുട്ടിയല്ലേ. അല്ലല്ല, അതും പരിശോധിക്കണം എന്ന് പറഞ്ഞു. ആര്? സഹോദരന്മാർ. അത് നോക്കി, ഞങ്ങളെ കള്ളന്മാരാക്കി നിങ്ങൾ. അങ്ങനെ ബിനിയാമീൻ്റെ കെട്ടൊന്ന് തുറന്നു നോക്കിയപ്പോൾ ആ അളവ് പാത്രം ബിനിയാമീൻ്റെ കെട്ടിൽ നിന്ന് കണ്ടെടുക്കുകയാണ്. ഇതാ നോക്കൂ, നിങ്ങളുടെ സഹോദരൻ കട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചങ്ങായി അവരെ കൂട്ടത്തിൽ ഷംഊൻ എന്ന് പറഞ്ഞൊരാൾ, ഇവൻ കാട്ടിട്ടുണ്ടെങ്കിൽ വലിയ അത്ഭുതമൊന്നുമില്ല, ഇവൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു മുമ്പ്, ഓൻ വലിയ കള്ളനായിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഇത് കേട്ടപ്പോൾ ഉള്ളിൽ ഒന്ന് ചിരിച്ചു. പക്ഷേ അവർക്ക് എന്തായില്ല, അത് ബോധ്യപ്പെടുത്തിയില്ല. ഓക്കെ, ഇവൻ്റെ ജ്യേഷ്ഠൻ ഓൻ കള്ളനെങ്കിൽ ഓനെക്കാളും വലിയ കള്ളനാണ് അവൻ്റെ ജ്യേഷ്ഠൻ, അവരെ പാരമ്പര്യമാണത് എന്നൊക്കെ പറഞ്ഞ് ഷംഊൻ എന്ന് പറയുന്ന സഹോദരനൊന്ന് ചൂടായി. ഏതായാലും കട്ടെടുത്തത് കൊണ്ട് ഈ ബിനിയാമിനെ ഇവിടെ നിർത്താനാണ് ഇവിടുത്തെ ശിക്ഷ, ഇവിടെ നിർത്തണം. അപ്പം യഹൂദ എന്ന് പറയുന്ന മൂത്ത സഹോദരൻ പറഞ്ഞു, വേണ്ട, എന്നെ നിർത്തിക്കോളി, എൻ്റെ ബിനിയാമീനെ നിർത്തരുത്, ബാപ്പാക്ക് ഞങ്ങൾ വാക്ക് കൊടുത്തതാണ്, ബാപ്പാനെ സമാധാനിപ്പിക്കാനുള്ള ഒരേ ഒരാളാണ് യൂസുഫ്, അതുകൊണ്ട് യൂസുഫിനെ നിർത്താൻ പറ്റും, ബിനിയാമീനെ നിർത്താൻ പറ്റൂല, എന്നെ നിർത്തിക്കോളി. യൂസുഫിനെ പറഞ്ഞു, പറ്റൂല, ആരാണോ കട്ടത് അയാളാണ് ഇവിടെ പിടിച്ച് നിർത്തുക. അവസാനം ബിനിയാമിനെ അവിടെ നിർത്തേണ്ടി വന്നു. 10 ആളും തിരിച്ചു വന്നു. മൂന്നാമത് വീണ്ടും ഭക്ഷണം വാങ്ങാൻ വേണ്ടി വരികയാണ്. ഈജിപ്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നിട്ട് അവർ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഞങ്ങൾ വളരെ വിഷമത്തിലാണ്, ബേജാറിലാണ്. ഞങ്ങളുടെ ബാപ്പ ഷെയ്ഖുൻ കബീർ, ഞങ്ങളോട് ദയുണ്ടാകണം, ഞങ്ങളുടെ ബിന്യാമീനെ ഞങ്ങളുടെ കൂടെ തിരിച്ചയക്കണം, ഞങ്ങൾക്ക് ഭക്ഷണം വേണം, ഞങ്ങളുടെ പിതാവ് വളരെ പ്രയാസത്തിലാണ്. എന്നത് കേട്ടപ്പോൾ യൂസുഫ് നബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ തലയിലുള്ളതായ കിരീടം അങ്ങോട്ടെടുക്കുകയാണ്. എന്നിട്ട് യൂസുഫ് നബി വളരെ ഉച്ചത്തിൽ അവരോട് ചോദിക്കുന്നു, നിങ്ങളിപ്പോൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പണ്ട് കാലത്ത് യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും എത്രമാത്രം ബുദ്ധിമുട്ടിച്ചു എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ വിവരമില്ലാത്ത സന്ദർഭത്തിൽ യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത്, ആ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഇവരാകെ ഞെട്ടിത്തെരിച്ചു. ഇതിപ്പോ യൂസുഫിനെ എന്തെങ്കിലും ചെയ്തു എന്ന് അറിയണമെങ്കിൽ യൂസുഫ് അല്ലാതെ വേറെ ആരും അറിയില്ലല്ലോ. അങ്ങനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി യഹൂദ. നോക്കുമ്പോൾ തൻ്റെ തലയിലെ കിരീടം യൂസുഫ് നബി ഇങ്ങോട്ട് എടുത്തു വെച്ചപ്പോൾ, കിരീടം എടുത്ത് അങ്ങോട്ട് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ നിറകുടമായ ആ മുഖം കണ്ടു. മുഖത്തൊരു ചെറിയ പുള്ളിയുണ്ട്, കറുത്ത പുള്ളി. ആ പുള്ളി കണ്ടപ്പോൾ യഹൂദാക്ക് മനസ്സിലായി ഇത് തൻ്റെ സഹോദരൻ യൂസുഫാണ്. ഖാലൂ ഇന്നക ലഅന്ത യൂസുഫ്, നിങ്ങളാണോ യൂസുഫ്? അതെ, ഞാൻ തന്നെയാണ് യൂസുഫ്. ഹാദാ അഖി ഖദ് മന്നല്ലാഹു അലൈനാ, ഞാൻ തന്നെയാണ് യൂസുഫ്, ഇത് എൻ്റെ സഹോദരൻ ബിനിയാമീനാണ്, അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ ഒരുപാട് ക്ഷമിച്ചു, നിങ്ങൾ എന്തൊക്കെ കോമാളിത്തം എന്നോട് കാട്ടിക്കൂട്ടി എല്ലാം ഞാൻ ക്ഷമിച്ചു, അള്ളാഹുവിനെ ഞാൻ സൂക്ഷിച്ച് ജീവിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ പദവി ലഭിച്ചത്. അവരാകെ ബേജാറായി ഇങ്ങനെ പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇന്നവർ സാധാരണക്കാരായ ആളുകളാണ്, മറ്റു നാട്ടിൽ നിന്ന് വന്നവരാണ്. യൂസുഫ് നബി ഈജിപ്ത് എന്ന് പറയുന്ന വലിയ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ഒരു നിമിഷം മതി യൂസുഫ് നബിക്കൊന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചാൽ അവരെ കഴുമരത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറയുകയാണ്, ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. ഇന്ന് ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുന്നില്ല, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. നിങ്ങൾ എന്തൊക്കെ എന്നോട് അതിക്രമം കാണിച്ചു
കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഞാൻ പകരം ചോദിക്കുന്നില്ല. ഞാൻ നിങ്ങളോടെല്ലാം മാപ്പ് ചെയ്തിരിക്കുന്നു. യഗ്ഫിറുല്ലാഹു ലക്കും, നിങ്ങൾ അല്ലാഹുവോട് പൊറുക്കലിനെ തേടുക. യഗ്ഫിറുല്ലാഹു ലക്കും, അവൻ നിങ്ങൾക്ക് പൊറുത്തു തരുന്നതാണ്. കാരണം വഹുവ അർഹമുർ റാഹിമീൻ, അവൻ എല്ലാ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ്. അതുകൊണ്ട് നിങ്ങൾക്കിന്ന് മാപ്പ് തന്നിരിക്കുന്നു, സകല നിലക്കും മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം തിരിച്ചയക്കുകയാണ്. ആ യൂസുഫ് നബിയുടെ മനസ്സ് നോക്കൂ പ്രിയപ്പെട്ടവരെ, എത്രയോ ബുദ്ധിമുട്ടുകൾക്ക് ശേഷമാണ് യൂസുഫ് നബി ഈജിപ്തിലെത്തിയത്. പൊട്ടക്കിണറ്റിലേക്ക് തള്ളി എന്ന് മാത്രമല്ല, വലിയ പാറക്കല്ലെടുത്തിട്ട് തലയിലിട്ട് അദ്ദേഹത്തെ കൊന്നുകളയാൻ തുനിഞ്ഞു യഹൂദ. പക്ഷേ യഹൂദ അല്ല ശംഊൻ, അപ്പോൾ യഹൂദ അതിനെ തടയുകയുണ്ടായി. ആ രീതിയിൽ പലവിധ അക്രമങ്ങളും ചെയ്ത സഹോദരന്മാർ തൻ്റെ മുന്നിൽ വന്നു. തനിക്ക് എല്ലാവിധ അധികാരങ്ങളും എല്ലാവിധ ശക്തികളുമുള്ള സന്ദർഭത്തിൽ പക്ഷേ അവരോട് പ്രതികാരം ചെയ്തില്ലെന്ന് മാത്രമല്ല, എല്ലാ നിലക്കും അവരെ ബഹുമാനിച്ചു, അവരെ സ്നേഹിച്ചു. അവർക്ക് വേണ്ടുന്നതെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട് ബാപ്പാനെയും കുടുംബത്തെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. എല്ലാവരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നു. ആ ഗ്രാമപ്രദേശത്ത് നിന്ന് ഈജിപ്ത് എന്ന് പറയുന്ന വലിയ നഗരപ്രദേശത്തിലേക്ക് യാക്കൂബ് നബിയെയും കുടുംബത്തെയും മഹാനായ യൂസുഫ് നബി സ്വീകരിച്ചാനയിച്ചു. എന്നിട്ട് മരിക്കുന്ന നേരത്ത്